മാത്രമേ ശീലമുള്ളൂ. ചിലപ്പോൾ അതിന്റെ പുറകിൽ ആര് പ്രവർത്തിച്ചു എന്ന് പോലും പലപ്പോഴും ഓർമ്മിക്കാനും ശ്രമിക്കാറില്ല. ചിലപ്പോൾ തിരക്ക് പിടിച്ചൊരു ജീവിതത്തിനിടയിൽ പാട്ട് കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖവും ഒരു സമാധാനവും ഒക്കെയാണ് ഞങ്ങളെ സംബന്ധിച്ച സംഗീതവുമായ അനുഭവം. പക്ഷെ ഇതിനെപ്പറ്റി ആധികാരികമായി സംസാരിക്കാൻ വേദിയിൽ ഒരുപാട് ആളുകളുണ്ട്. എങ്കിലും നമ്മൾ ജീവിക്കുന്ന വർത്തമാന കാലത്ത് നമ്മളൊക്കെ ഒരു കാലത്ത് കേട്ട് പരിചയിച്ച് മനസ്സിലെക്കാലത്തും സൂക്ഷിക്കുന്ന പാട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ ഒരു സംഗീതത്തിന് ജന്മം കൊടുത്തിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. പറയാൻ പറ്റില്ല. തിരക്ക് പിടിച്ച ഒരു ലോകത്ത് ഇത്തരത്തിലുള്ള ഒരു ലോക സാഹചര്യത്തിൽ സംസ്കാരത്തെയൊക്കെ മറ്റൊരു രൂപത്തിൽ കാണാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അവർ ആഗ്രഹിക്കുന്ന പാട്ട് ചിലപ്പോ നമുക്കിഷ്ടപ്പെട്ടോണമെന്നില്ല. എങ്കിലും അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ജോൺസൺ മാഷെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ കാലശേഷം അദ്ദേഹത്തെ പറ്റി അറിയാൻ ശ്രമിച്ച, ചിലപ്പോഴെങ്കിലും അദ്ദേഹത്തെ വായിക്കാൻ ശ്രമിച്ച ഒരാൾ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ പാട്ടിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അത് മനസ്സിലെക്കാലത്തും സൂക്ഷിക്കാൻ കഴിയുന്ന പാട്ടുകളായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അധിക സങ്കീർണതയൊന്നുമില്ലാതെ മനസ്സിൽ സൂക്ഷിക്കാൻ കഴിയുന്ന ചില പാട്ടുകൾ. അതുമാത്രമല്ല, എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ പാട്ടുകൾക്ക് ഒരു ഭാവഗാനത്തിന്റെ പ്രത്യേകതയുണ്ടായിരുന്നതാണ്. തിട്ടപ്പെടുത്താൻ കഴിയുന്ന ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. ഞാൻ ചിലപ്പോഴൊക്കെ പലരിന്നൊക്കെ അറിയാൻ ശ്രമിച്ചപ്പോ അദ്ദേഹത്തെ പറ്റി പങ്കുവച്ച ചില പ്രശ്നങ്ങൾ, ഭാവഗാനം അദ്ദേഹത്തിന്റെ കലയുടെ പ്രത്യേകതയായിരുന്നു. അതിനപ്പുറത്തേക്ക് അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട സംഗീത ലോകത്തെ ഒരു ധിക്കാരി കൂടിയായിരുന്നു. മറ്റു ചിലർക്കും പലപ്പോഴും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും അദ്ദേഹം ഏറ്റെടുക്കുന്ന ഒരു പ്രവൃത്തിയെ വളരെ സമ്പൂർണതയിലേക്ക് എത്തിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വനുടമയായിരുന്നു ജോൺസൺ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ചിലപ്പോ ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പോൾ അതിനേക്കാളും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഇവിടെയുള്ളവർക്കുണ്ടാവാം. ഞാൻ എന്റെ മനസ്സിൽ നിന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞതും കേട്ടതുമായ കാര്യം പെർഫെക്ഷനിസം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായിരുന്നു. ക്കുമ്പോ ഒരു മാസം മുമ്പ് റഫിയെ അനുസ്മരിച്ചപ്പോഴൊക്കെ കൊയിലാണ്ടിയിലെ സംഗീത ആസ്വാദക മനസ്സ് അത് ശ്രദ്ധിക്കുകയായിരുന്നു. അത് നാടക രംഗത്തും അതുപോലെ തന്നെ സാംസ്കാരിക രംഗത്തുമൊക്കെ സജീവ പങ്കാളിത്തവും സാന്നിധ്യവുമുള്ള ഒരു ചരിത്ര പ്രദേശമാണ് കൊയിലാണ്ടി. ആ കൊയിലാണ്ടിക്ക് ഈ സംഗീതവും കലയും ഒക്കെ ആസ്വദിക്കാൻ എല്ലാ കാലത്തും സാധിക്കണം. അതിന് ദർപ്പണയ്ക്ക് ഇനി ഒരുപാട് പരിപാടികൾ സംഘടിപ്പിക്കാൻ സാധിക്കണം. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി നമ്മുടെ പ്രിയപ്പെട്ട MLA ദാസേട്ടൻ